ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ കനകയാണ് കാണിക്കുന്നത്. കനകയാണെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ കയറി വാതിലടച്ചിട്ട് അലമാരയിൽ നോക്കി നിൽക്കുക. എന്നിട്ട് സാരി എടുക്കുക. സാരി എടുത്തതിന് ശേഷം അത് ഫാനിൽ കെട്ടിപ്പുറുക്കുക. ഈ സഭയാണെങ്കിൽ നമ്മുടെ നന്ദു വിളിക്കുന്നുണ്ട്, കനക അമ്മേ അമ്മേ വാതിൽ ഓർക്കമ്മേ, അമ്മേ വാതിൽ ഓർക്ക്. അപ്പോഴത്തേക്കും ഗോവിന്ദനും വിളിക്കാൻ തുടങ്ങി, കനകെ വാതിൽ തുറക്ക്, കനകെ കനകെ വാതിൽ ഓർക്കേ. പക്ഷെ കനക വാതിൽ തുറന്നില്ല. ഫാനിൽ സാരി കെട്ടിയതിന് ശേഷം കഴുത്തിൽ സാരി ഇടാനായിട്ട് ഇങ്ങനെ തുടങ്ങുമ്പോഴത്തേക്ക് ആദർശൻ അതിനെ വരിക. എന്തു പറ്റിയച്ചാ? ഒന്നും പറയണ്ട മോളെ. സച്ചിമോൻ്റെ വീട്ടുകാർ വന്നു പോയതിന് ശേഷം ദന്നുപോളും കനകയും കൂടെ ഭയങ്കര വഴക്കായിരുന്നു. അതിനുശേഷം സച്ചിയെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് നന്ദു തറപ്പിച്ചു പറഞ്ഞു. അത് കേട്ടതും കനക പോയി അകത്ത് പോയി വാതിലടിച്ച് പൂട്ടി. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല. അവൾ തുറക്കുന്നുമില്ല. അത് കേട്ടതും ഈശ്വര, അമ്മേ അമ്മ വാതിൽ തുറക്കമ്മേ, അമ്മ വാതിൽ തുറക്ക് എന്നും പറഞ്ഞുകൊണ്ട് നയനയും വിളിച്ചു. പക്ഷേ കനക വാതിൽ തുറന്നില്ല. ഈ സമയം സാരി കഴുത്തിലിട്ടിട്ട് മുറുക്കുന്നത് പോലെ കനക അഭിനയിക്കുക. ഈ സമയമാണെങ്കിൽ ആദർശ് വാതിൽ ചവിട്ടി തുറന്നകത്തേക്ക് വന്നു. എന്നിട്ട് കനകയെ പിടിച്ചു മാറ്റി. ഈ സമയം നയനയും ചോദിക്കുക, എന്താ അമ്മയെ കാണിക്കുന്നത് എന്നും ചോദിക്കുക. അത് കേട്ടതും എന്തിനാ എന്നെ രക്ഷിച്ചതെന്ന്. ഇവളാ സച്ചിയെ കല്യാണം കഴിക്കില്ല എന്നാ പറയുന്നത്. ഇവള് സച്ചിയെ കല്യാണം കഴിച്ചില്ലെങ്കിൽ എനിക്കൊരു ജീവിതം വേണ്ട, ഞാനങ്ങ് പോയേക്കാം. ഞാനുള്ളതല്ലേ നിനക്കൊക്കെ ശല്യം. ഞാൻ തീർന്നു കഴിഞ്ഞാൽ പിന്നെ നീയൊക്കെ സമാധാനമായിട്ട് ജീവിക്കുമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കനക ഇരുന്ന് കരയുക. അത് കേട്ടതും നന്ദുവിനും കരച്ചിൽ വന്നു. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് നന്ദുവിന് ഒരു പിടിയില്ല. ശരി, സമ്മതിച്ചു, ഞാൻ സമ്മതിച്ചോളാം, സച്ചിയുമായിട്ടുള്ള കല്യാണത്തിന് ഞാൻ സമ്മതിച്ചോളാം എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അങ്ങ് പോവുക. ഈ സമയം നന്ദുവിൻ്റെ പിന്നാലെ നയനയും പോയി. എന്താ അമ്മ ഇത്? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഇതെൻ്റെ വെറും നമ്പറായിരുന്നു മോനെ. അത് കേട്ടതും ആദർശം ഞെട്ടി. നമ്പറോ? അതെ മോനെ, അവളെ കൊണ്ട് ഈ കല്യാണത്തിന് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണ്ടേ, അതിനു വേണ്ടിയുള്ള എൻ്റെ നമ്പറായിരുന്നു. ഞാൻ അങ്ങനെയൊക്കെ മരിക്കുമെന്ന് മോന് തോന്നുന്നുണ്ടോ? അതെ, അവൾ ഭയങ്കര വാശിയാണ് കാണിച്ചത്. കല്യാണത്തിന് സമ്മതമല്ല എന്നും പറഞ്ഞേ. സച്ചി മോൻ എന്താ ഒരു കുറവ്? ഇതുപോലൊരു CIയെ കിട്ടാൻ നമ്മൾ പുണ്യം ചെയ്യണം. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇനിയിപ്പോൾ അവൾ കല്യാണം വേണ്ടാന്നൊന്നും പറയില്ല. അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. എൻ്റെ അമ്മേ, എന്നാലും അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു ജീവിതം അവളുടെ തലയിൽ കെട്ടിയടുപ്പിക്കുന്നത് തെറ്റല്ലേ അമ്മേ? ഒരു തെറ്റുമില്ല. ഇത് അവൾക്ക് ഇഷ്ടമല്ലാത്ത ജീവിതമൊന്നുമല്ല. അവളുടെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ഉണ്ട്. അതുകൊണ്ടാണ് അവൾ ഇതിന് സമ്മതിക്കാത്തത്. പക്ഷെ അവളെ ഞാൻ സമ്മതിപ്പിച്ചില്ലേ, ഇനി എനിക്ക് ഒരു പ്രശ്നവുമില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ കല്യാണവും നിശ്ചയമൊക്കെ നടക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അമ്മേ, അതിന് ഇങ്ങനെയൊക്കെ അവളെ ഭീഷണിപ്പെടുത്തണോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? മോൻ പറ, ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? അവള് പറയുന്നത് കേട്ട് അവർക്കൊപ്പം നിന്ന് തുള്ളണമായിരുന്നോ എന്നൊക്കെ ചോദിക്കണം. അത് കേട്ടതും ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ആരെന്ത് മുടക്കാനാ അമ്മേ? നിശ്ചയം വരെ കാര്യങ്ങളായി. ഇനി ഇതിപ്പോൾ ആരും മുടക്കില്ല. മോൻ അനിയെ ഒന്ന് ഉപദേശിക്കണം. അനിയോട് പറയണം ഇനി നന്ദുവിൻ്റെ പിന്നാലെ നടക്കരുതെന്ന്. അങ്ങനെ നടന്ന അത് വേറെ വല്ല പ്രശ്നത്തിൽ ചെന്ന് അവസാനിക്കും. അതുകൊണ്ട് പറയണേ മോനെ. ശരി അമ്മേ, ഞാൻ പറഞ്ഞേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ആകെ സങ്കടപ്പെട്ട് അങ്ങ് പോവുക. ഈ സമയമാണെങ്കിൽ ഗോവിന്ദേട്ട, എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ അഭിനയം? കൊള്ളാം കനകെ, കലക്കി. എനിക്കറിയായിരുന്നു നീ അഭിനയിക്കാൻ വേണ്ടിയാണ് കയറിയെന്ന്. അതുകൊണ്ടാണ് ഞാൻ മിണ്ടാണ്ട് പറയുന്നത്. പിന്നെ ഞാൻ അവളോട് പറഞ്ഞു പോയി അമ്മയെ തടയാൻ. അത് കേട്ടതുകൊണ്ടാണ് അവൾ ഓടി വന്നത്. എന്തായാലും ഇനിയിപ്പം നമ്മുടെ മോള് മനസ്സൊന്നും മാറ്റാൻ പോകുന്നില്ല. അവൾക്ക് നല്ല സങ്കടം ഉണ്ടെങ്കിലും അവളെ പേടിച്ചിട്ട് സമ്മതിച്ചു. ഇനി ഈ കല്യാണം നടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകയും ഗോവിന്ദനും ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുക. ഈ സമയം മുറിയിലിരുന്ന് കരയുന്ന നന്ദുവിനെ കാണിക്കുന്ന മോളെ. എന്തായാലും ആകെ മൊത്തം സങ്കടമുള്ള കാര്യമാണ് നടക്കുന്നേ. സത്യം പറഞ്ഞ ഞാനും ആദർശേട്ടനും കൂടെ ഇങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് അറിയാമോ? നീയും അനിയുമായിട്ടുള്ള ബന്ധം നടക്കണമെന്ന് പറയാനാ. പക്ഷേ അപ്പോഴത്തേക്കും അമ്മ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും മോളെ? എന്ത് ചെയ്യാനും ചേച്ചി? എനിക്ക് നല്ല സങ്കടമുണ്ട്. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് എനിക്കൊരു പിടിയില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ അമ്മ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നതെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോൾ ജീവിക്കാൻ പോലും തോന്നുന്നില്ല ചേച്ചി. ആ സച്ചി ഒരു ഫ്രോഡാ, അവനൊരു ക്രിമിനലാ. അയാൾ CI ആണെന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. അയാളുടെ പാസ്റ്റ് അത്ര ശരിയല്ല ചേച്ചി. അത് കേട്ടത് മോളെ, അത് നമ്മൾ വായ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ശരിയല്ലെങ്കിൽ നമ്മളത് തെളിവ് സഹിതം അമ്മയുടെ മുൻപിൽ കാണിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ആരും വിശ്വസിക്കില്ല മോളെ. എന്തായാലും അനിയുമായിട്ടുള്ള കല്യാണം നടക്കില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം ഒരിക്കലും എനിക്ക് നിന്നെ മറക്കാൻ പറ്റില്ല, നിനക്കും അനിയെ മറക്കാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ അമ്മയും അച്ഛനും പിന്നെ അവിടെ അനിയുടെ അമ്മയും ഒക്കെ അതിന് സമ്മതിക്കുകയില്ല.
എന്താ മുത്തശ്ശനും മുത്തശ്ശിയും വന്നപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഞാനും ഒരുപാട് ആഗ്രഹിച്ചു ഈ കല്യാണം നടക്കണമെന്ന്. പക്ഷേ അമ്മ സമ്മതിക്കാത്തിടത്തോളം കാലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ? ചേച്ചി, അമ്മ ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിലും വേണ്ടില്ല. പക്ഷെ ആ സച്ചി, അയാളൊരു പക്ക ക്രിമിനലാ, അയാളൊരു ഫ്രോഡാ. അയാളെ കല്യാണം കഴിക്കാൻ എനിക്ക് പറ്റില്ല ചേച്ചി. പിന്നെ എന്ത് ചെയ്യാനാ മോളെ? അമ്മ ഇങ്ങനെ നിലപാടെടുക്കുമ്പോൾ നമുക്ക് അതല്ലാതെ വേറെ വല്ല വഴിയുണ്ടോ? എനിക്കറിയില്ല ചേച്ചി എന്ത് ചെയ്യണമെന്ന്. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറയാം. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ചേച്ചി, ഞാൻ പറയുന്നതൊക്കെ ഒന്ന് കേൾക്കണം ചേച്ചി. എനിക്ക് പേടിയാ ചേച്ചി. എനിക്ക് ആ സച്ചിയെ കല്യാണം കഴിക്കണ്ട മോളെ. ഇനി അമ്മയോടൊന്നും പറയാൻ പറ്റില്ല. എന്തെങ്കിലും നമ്മൾ പറഞ്ഞാൽ അമ്മ പിന്നെ എന്തെങ്കിലുമൊക്കെ കടുങ്കൈ ചെയ്യും. ഇപ്പം തന്നെ കണ്ടില്ലേ സാരി കഴുത്തിൽ കെട്ടി മുറുക്കിയത്? അതാ എൻ്റെ പേടി. ഇല്ല, ഇനി ഞാൻ ഒന്നിനുമില്ല. എല്ലാവരും ഓരോന്നോരോന്ന് തീരുമാനിക്കട്ടെ. ഞാൻ എന്ത് ചെയ്യാനാ? എൻ്റെ ജീവിതം വെച്ച് എല്ലാവരും കളിക്കുമല്ലേ? ഇഷ്ടപ്പെട്ടവരെ തമ്മിൽ ഒന്നിപ്പിക്കുകയല്ലേ ചേച്ചി വേണ്ടത്? അതെന്താ ചേച്ചി ചെയ്യാത്തത്? അനിക്ക് എന്നെ ജീവനാ, അതുപോലെ എനിക്കും അനിയെ ഇഷ്ടമാണ്. ഇപ്പോൾ അനാമിക അനിയും തമ്മിൽ ബന്ധം പിരിഞ്ഞു. അതേ മോളെ, അവൾ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് അവളോടുള്ള ഭാഷ തീർക്കണമെന്ന് ആദർശേട്ടനും എനിക്കും തോന്നി. അതുകൊണ്ടാണ് സത്യം പറഞ്ഞ ആദർശേട്ടൻ പറഞ്ഞപ്പോൾ ആദർശേട്ടനോടൊപ്പം ഞാൻ ഇറങ്ങിപ്പോന്നത്. കാരണം എങ്ങനെയെങ്കിലും അനാമികയെ തോൽപ്പിക്കണം, അതിന് അനിയെയും മോളെയും ഒന്നിപ്പിക്കണം. അതൊക്കെയായിരുന്നു ഞങ്ങളുടെ മനസ്സിൽ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പേരിൽ അമ്മയും നീയും കൂടെ മുട്ടനടി. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല മോളെ. അതുകൊണ്ട് ആകെ ഷോക്കായത് ഞാൻ. സത്യം പറയാലോ, ആദർശേട്ടൻ പോലും നിങ്ങളുടെ കാര്യം സംസാരിക്കാനാ ഇത്ര പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോകുന്നത്. ഇതിപ്പോൾ എല്ലാം കൂടെ ഇങ്ങനെയായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ നിൽക്കുക. എന്തിനാ ചേച്ചി എല്ലാവരും കൂടെ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? എൻ്റെ ജീവിതം വെച്ച് എന്തിനാ കളിക്കുന്നേ? ആ സച്ചി നല്ലവനല്ല എന്ന് പറഞ്ഞിട്ടും അമ്മ എന്നെ മനസ്സിലാക്കുന്നില്ല. അമ്മയ്ക്ക് വിശ്വാസം ഇന്നലെ കണ്ട സച്ചിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു കരയുക. മോള് കരയണ്ട, ഞാൻ അമ്മയോടൊന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയന നേരെ അടുക്കളയിലേക്ക് ചെല്ലുക. അമ്മ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയത്? ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നത്? അല്ല, ആദർശേട്ടൻ വരുന്ന സമയത്ത് അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യണമായിരുന്നോ? അതിന് എനിക്കറിയില്ലല്ലോ നീയും അവനും കൂടി ഇങ്ങോട്ട് വരുമെന്ന്. ഞാൻ നന്ദുവിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് ചെയ്യാൻ പോയത്. ജീവിക്കണ്ടെന്ന് തോന്നി. എന്തിനാ ജീവിച്ചിരിക്കുന്നേ? അമ്മമാരും അച്ഛന്മാരും ഒക്കെ മക്കളെ പറ്റി വളർത്തി വലുതാക്കും. അവസാനം അവർ സ്വയമായിട്ട് പറക്കാൻ തുടങ്ങുമ്പോൾ അവരവരുടെ ഇഷ്ടത്തിന് തീരുമാനങ്ങൾ എടുക്കും. അമ്മയ്ക്കും അച്ഛനും അവരിൽ ഒരു അധികാരവും അവകാശവും ഇല്ലാത്തതുപോലെ. അങ്ങനെ വരുമ്പോൾ ആർക്കാണെങ്കിലും സങ്കടം ഉണ്ടാവില്ലേ? ശരിയാണ്, ആയിക്കോട്ടെ. പക്ഷെ അമ്മ ഒന്ന് ചിന്തിച്ചു നോക്ക്. അനിയുമായിട്ടുള്ള ബന്ധത്തിന് അമ്മ സമ്മതിക്കണ്ട. എന്നാൽ സച്ചിയെ അവൾക്ക് ഇഷ്ടമല്ല എന്നല്ലേ പറയുന്നേ? അങ്ങനെയുള്ളപ്പോൾ ഈ ബന്ധം അങ്ങ് വേണ്ടാന്ന് വെച്ചൂടെ അമ്മേ? നീ ഇത് പറയാനാണോ വന്നത്? എന്നാ നീ കേട്ടോ, ഇത് പറയാനായിട്ടാണെങ്കിൽ നീ ഇങ്ങോട്ട് വരണ്ട, മനസ്സിലായല്ലോ അമ്മേ? അത് പിന്നെ ഞാൻ പറഞ്ഞത് അവളുടെ സന്തോഷത്തിന് വേണ്ട. അവളുടെ സന്തോഷമല്ല എനിക്ക് വലുത്. എൻ്റെ മോള് സന്തോഷമായിട്ട് ജീവിക്കണം. നീയും എൻ്റെ മൂത്ത മോളും എങ്ങനെയാണ് അനന്തപുരിയിൽ ജീവിച്ചതെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിതിൽ ഒരേ ഒരു പ്രശ്നമേ ഉള്ളൂ. ഒരു കാര്യം പറയാം, അനന്തപുരിയിലേക്ക് നന്ദു വരില്ല. അമ്മ ആ ജോത്സ്യൻ്റെ പ്രവചനം എന്താ ജോത്സ്യൻ്റെ പ്രവചനം എന്നും പറഞ്ഞ് നന്ദുവിനെ ഇതാക്കുക. ഈ സമയം നന്ദു ദേഷ്യപ്പെട്ടങ്ങ് പോവുക. അമ്മ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ ജോത്സ്യൻ്റെ പ്രവചനം അത് നടക്കും. അത് അമ്മ മനസ്സിൽ കുറിച്ചിട്ടോ? എടി, ഞാൻ വേറെ ജോത്സ്യനെ പോയി കണ്ടു അമ്മേ. നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ വേറെ ജോത്സ്യനെ പോയി കാണുന്നത്. കുറച്ച് ക്യാഷ് കിട്ടിക്കഴിയുമ്പോൾ അയാൾ ചിലപ്പോൾ മാറ്റി പറയുമായിരിക്കും. എന്നാൽ നമ്മുടെ ജോത്സ്യന് അമ്മ കാശ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അയാൾ പറയുന്ന കാര്യം കൃത്യമായിരിക്കും. അതുകൊണ്ട് അമ്മ മനസ്സിൽ കുറിച്ചിട്ടോ? എന്തൊക്കെ സംഭവിച്ചാലും കറങ്ങിത്തിരിഞ്ഞ അവസാനം നന്ദു അനിയുടെ അടുത്ത് തന്നെ എത്തുമെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കും. അപ്പം നീയും ആദർശം കൂടെ ഇങ്ങനെയൊക്കെ സംസാരിക്കാനാണ് ഇങ്ങോട്ട് വന്നത്? എൻ്റെ അമ്മയല്ല, ഇതൊക്കെ ഞാനായിട്ട് പറഞ്ഞതാ. ആദർശേട്ടൻ ഇതിലൊന്നും ഒരറിവുമില്ല. പിന്നെ മിണ്ടാതിരിക്കേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നന്ദുവും സച്ചി മോനും തമ്മിലുള്ള കല്യാണം നടക്കും. എൻ്റെ സച്ചിമോനെ മിടുക്കനാ, അവനെ പോലെ ഒരു മരുമോനെ കിട്ടാൻ ഞാൻ പുണ്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനക ചായയും കൊണ്ടങ്ങ് പോവുക. ഈ സമയം നമ്മുടെ ആദർശ ആകെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക. എന്നാൽ പിന്നെ പോകാൻ പോകാം ആദർശേട്ടാ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കാറിൽ കയറി പോകുമ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആദർശേട്ടാ? ഈ കാര്യം നമ്മൾ അനിയോട് പറയാതിരുന്നത് നന്നായി. അനിയോട് പറഞ്ഞിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ അവൻ മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നതും കാത്തിരുന്നത് പോലെ നമ്മൾ വരുന്നതും കാത്തിരിക്കും. ഒരു കാരണം വെച്ചാൽ നിൻ്റെ അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട് നയനെ. കാരണം അവർക്കും എതിർപ്പാണെങ്കിലും അനിയുടെ അമ്മയ്ക്കും ഭയങ്കര എതിർപ്പാണ്.
നന്ദു അങ്ങോട്ട് വരുന്നത് പോലും അവർക്ക് ഇഷ്ടമല്ല. അങ്ങനെയുള്ളപ്പോൾ ഈ കല്യാണം നടന്നാലും നന്ദു സങ്കടം മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇത് നടക്കട്ടെ സച്ചിയുമായിട്ടുള്ള കാര്യം. പക്ഷെ ആ സച്ചി ശരിയല്ല എന്ന് ആദർശേട്ടൻ നന്ദു പറയുന്നേ. അത് അവൾക്ക് ദേഷ്യമുള്ളതുകൊണ്ട് പറയാ, അനിയെ അവൾക്ക് ഇഷ്ടമായതുകൊണ്ട് പറയുക, അല്ലാതെ വേറൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവുക. ഈ സമയം അനിയാണ് കാണിക്കുന്നത്. എടാ അനി, ആകെ മൊത്തം പ്രശ്നമാണ്. വീട്ടിലെ അമ്മയാണെങ്കിൽ തൂങ്ങിച്ചാകാനൊക്കെ പോയി. ഈ കല്യാണം നടക്കണമെന്ന് പറഞ്ഞ് നിശ്ചയം നടക്കും, അതിലെനിക്ക് ഇപ്പോൾ ഉറപ്പായി. നിശ്ചയം നടന്നോട്ടെ, കല്യാണമൊന്നും അല്ലല്ലോ നടക്കുന്നത്, പിന്നെ എന്താ പ്രശ്നം? കല്യാണം ആകുമ്പോഴത്തേക്കും നമുക്ക് കുളമാക്കാന്നേ. ദേനി, എനിക്ക് നിശ്ചയമൊന്നും വേണ്ട. നിശ്ചയം കഴിഞ്ഞ് അവൻ എൻ്റെ കയ്യിൽ മോതിരം ഇട്ട് ആ മോതിരം ഊരി അവൻ്റെ മുഖത്തേക്ക് എറിയാനൊന്നും എനിക്ക് പറ്റില്ല. പക്ഷേ അതിനു മുമ്പ് തന്നെ ഈ നിശ്ചയം മുടക്കണം. അതിന് നീ എന്നെ സഹായിക്കണം. ഞാൻ എന്ത് ചെയ്യാനാ? അവൻ്റെ പാസ്റ്റ് അത്ര ശരിയല്ല. അതുകൊണ്ട് അവനെക്കുറിച്ച് അന്വേഷിക്കണം. നന്നായിട്ട് അന്വേഷിച്ച് എല്ലാവരും വിശ്വസിക്കുന്ന പോലുള്ള തെളിവുകൾ എനിക്ക് കിട്ടണം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അവനുമായിട്ടുള്ള എൻ്റെ നിശ്ചയവും കല്യാണവും ഒക്കെ മുടക്കാം. എന്തിന്? അവൻ എൻ്റെ പിന്നാലെ നടക്കുന്നത് വരെ മുടക്കാൻ പറ്റും. അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ശരി, ആ സച്ചി എന്ന് പറയുന്നവൻ ഒരിക്കലും എൻ്റെ കയ്യിൽ മോതിരം അണിയരുത്. അവനെ പോലെ ഒരു വൃത്തികെട്ടവൻ എൻ്റെ കയ്യിൽ മോതിരം അണിയുന്നതിനേക്കാൾ നല്ലത് ഞാനങ്ങ് ഇല്ലാതാകുന്നതാ. എടീ, നീ പേടിക്കാതെ. ഇനിയിപ്പോൾ നിൻ്റെ അമ്മയും എതിര്. എൻ്റെ അമ്മയ്ക്ക് ഇത്തിരി മാറ്റമൊക്കെ ഉണ്ട്, പക്ഷെ നീ അങ്ങോട്ട് വരുന്നതിൽ അമ്മക്ക് വലിയ ഇതൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നീ വെച്ച് താമസിപ്പിച്ച പിന്നെ നിനക്ക് എന്നെ നഷ്ടപ്പെടും. ഇത് ഞാൻ പറയുന്ന വാക്കാ അനി. അത് കേട്ടതും എന്താ നീ പറഞ്ഞത്? നിന്നെ എനിക്ക് നഷ്ടപ്പെടുമെന്നോ? വെറുതെ തമാശയ്ക്ക് പോലും ഇങ്ങനെയൊന്നും പറയരുത് നന്ദു. അങ്ങനെ നിന്നെ എനിക്ക് നഷ്ടപ്പെട്ട ഞാൻ പിന്നെ ജയിലിലേക്ക് പോകും. എങ്ങനെയാണെന്നറിയാമോ? നിന്റെ കഴുത്തിൽ താലി കെട്ടി എന്നിൽ നിന്നും നിന്നെ പറിച്ചെടുത്ത ആ CIയെ കൊന്നിട്ട് ഞാൻ ജയിലിലേക്ക് പോകും. അതിനുശേഷം ജീവപര്യന്തം കിട്ടിയാലും എനിക്ക് കുഴപ്പമില്ല. അവനെ കൊന്ന സമാധാനത്തോടെ നീ എൻ്റെ കാത്തിരിക്കുന്ന എപ്പോഴും എൻ്റെ മാത്രമാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഞാൻ ആ ജയിലിൽ കിടക്കും എന്നൊക്കെ പറയാം. ഇത് കേട്ട് നന്ദുവിന് ചിരി വരിക. ഇത്രയൊക്കെ ആവേശം മനസ്സിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അങ്ങ് എന്നെ കല്യാണം കഴിച്ചൂടെ? എടി, അതിന് നിന്റെ അമ്മയല്ലേ തടസ്സം? എനിക്ക് പേടിയൊന്നുമില്ല. എൻ്റെ അമ്മ എന്നെ ഭീഷണിപ്പെടുത്തുവാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് പോരും. പക്ഷെ നിന്റെ കാര്യമല്ലേ എനിക്ക് പ്രശ്നം. നീ അല്ലേ പേടിച്ച് നിൽക്കുന്നേ? അതെ, അത് ശരിയാ. എനിക്ക് പേടിയാടാ. എൻ്റെ അമ്മയുടെ ജീവൻ എടുത്തിട്ട് എനിക്ക് നിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റുമോ നീ? അതുകൊണ്ടാ. അപ്പം പിന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്. ഇനിയിപ്പോൾ നീ തന്നെയാണ് തീരുമാനം പറയേണ്ടത്. അതെ അനി, നിശ്ചയത്തിന് മുമ്പ് തന്നെ അവനെതിരെയുള്ള എല്ലാ എവിഡൻസും കണ്ടുപിടിക്കണം. ആ സച്ചിയുടെ ബാക്ക്ഗ്രൗണ്ട്, അവൻ ആരായിരുന്നു, എന്തായിരുന്നു, അവൻ എങ്ങനെയൊക്കെയാണ് ജീവിച്ചത്, എല്ലാം ഓരോന്നോരോന്നായിട്ട് നീയും രാകേഷും വിഘ്നേഷും കൂടെ പോയി കണ്ടുപിടിക്കണം. തെളിവുകളെല്ലാം അവൻ അറിയാതെ ശേഖരിച്ച് നിശ്ചയത്തിന് മുമ്പ് തന്നെ എനിക്ക് തരണം. അത് കേട്ടതും എന്നാൽ ഓക്കെ, ഡബിൾ ഓക്കെ, ഡൺ, ഉറപ്പായിട്ടും ഞാൻ അതിനുള്ള കാര്യങ്ങൾ ചെയ്തേക്കാം. എന്തായാലും ഞാനിപ്പം തന്നെ രാകേഷിനെയും വിഘ്നേഷിനെയും കൂട്ടി പോവാടി എന്നും പറഞ്ഞുകൊണ്ട് അനി അങ്ങ് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയാണ്. മുത്തശ്ശി ആകെ സങ്കടപ്പെട്ടിരിക്കുക. എന്താണ് വസുന്ധരെ, എന്തു പറ്റി? പേടിയാവുന്നു. അടുത്ത കോടതി കൂടുമ്പോൾ നമുക്ക് ജയിലിൽ പോകേണ്ടി വരുമോ? എന്തായാലും നമ്മുടെ വക്കീലിൻ്റെ ഇത് വന്നിട്ടില്ലല്ലോ. നമ്മുടെ വക്കീൽ നമ്മുടെ ഭാഗത്തുള്ള ന്യായം പൂർത്തിയാക്കിയിട്ടില്ല. നമ്മുടെ കാര്യങ്ങൾ കോടതിയെ ബോധിപ്പിച്ചിട്ടില്ല. നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കണമല്ലോ. തെളിവുകളും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കും. ഇനി നമ്മുടെ വക്കീലിനൊരു അവസരം കൊടുക്കും. ഇത്രയും ദിവസം ഇന്നലെ ദിവസം മുഴുവനും അവൻ്റെ വക്കീലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മുടെ വക്കീൽ സംസാരിക്കുന്നൊരു ദിവസമുണ്ട്. നരസിംഹം മിടുക്കന, കൊച്ചുമോനും മിടുക്കനാണെന്നാ നന്ദു പറഞ്ഞത്. പഠിക്കുന്ന കാലം മുതലേ നവീൻ മിടുമിടുക്കന. അത് നമുക്കും അറിയാമല്ലോ. എന്തായാലും ഇത് കോടതിയല്ലേ വസുന്ധരെ? കള്ളങ്ങൾ മാത്രം പറഞ്ഞ് ജീവിക്കുന്നവർക്ക് ഇന്നത്തെ കാലത്ത് ജീവിതമുള്ളൂ എന്ന് പറയുന്നത് സത്യമാണ്. എന്തായാലും സത്യസന്ധമായിട്ട് ജീവിക്കുന്നവരുടെ കാര്യം ഇങ്ങനെയൊക്കെയാ എന്നൊക്കെ നമ്മുടെ മുത്തശ്ശൻ പറയാതെ കേട്ടത് എനിക്ക് പേടിയാവുന്നു. താൻ പേടിക്കണ്ട, എന്ത് സംഭവിച്ചാലും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇനി വിധി നമുക്ക് എതിരാണെങ്കിൽ, അതായത് നമ്മൾ ജയിലിൽ പോകേണ്ടി വന്നാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ വേണുവിൻ്റെയും അയാളുടെ മകളുടെയും അഹങ്കാരവും സകല അത്യാഗ്രഹവും ഞാൻ അവസാനിപ്പിക്കും. പിന്നെ അവർക്കെതിരെ വിധി പറയാൻ കോടതിയും ജഡ്ജും പോലീസും ആരാച്ചാരും ഒക്കെ ഞാൻ തന്നെയായിരിക്കും. വേണുവിനും മകളുടെയും കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. തന്നെ കോടതിയിലിട്ട് അപമാനിച്ചപ്പോൾ അവരൊക്കെ ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് ഞാൻ ചിന്തിച്ചു. എന്നാൽ
അത് നടപ്പിലാക്കാൻ ഞാൻ നമുക്ക് ജയിലിൽ പോകേണ്ടി വന്ന അത് ഉറപ്പായിട്ട് ഞാൻ നടപ്പിലാക്കും എന്നും മുത്തശ്ശൻ പറയുക. ഇത് കേട്ടത് മുത്തശ്ശൻ ഞെട്ടലോടെ നിൽക്കണം. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കണം. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.